അങ്ങനെ ഞങ്ങളുടെ വന്ദേ ഭാരത കയറിയുള്ള കണ്ണൂർ യാത്ര ആരംഭിച്ചു. കാപ്പിയും ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ടാണ് അങ്ങോട്ട് മാറാമെന്നോർത്തോ കേട്ടോ. അപ്പോൾ OCM ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കണ്ണൂർ യാത്ര ആരംഭിച്ചാലോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് വന്ദേ ഭാരത കയറാനുള്ള ത്രില്ലില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വന്ദേ ഭാരത് വന്നേ. അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരത കയറി കേട്ടോ. എല്ലാവരും കാണിക്കാവേ. നിമിഷയുടെ മമ്മിയുടെ കസിനാ കേട്ടോ അവര്. പേരെന്നാ? ഇതേട്ടോ ഞങ്ങളുടെ ഫുഡ്. മുട്ടയുണ്ട്, ഇതെന്തോ ഈ നമ്മുടെ ബർഗറിനകത്ത് വെക്കുന്ന സാധനമല്ലേ, പാറ്റിയോ ഉണ്ട്. ഇത് കേക്കുണ്ട്, ബണ്ണുണ്ട്, ബട്ടറുണ്ട്, പിന്നെ സൂപ്പർ ചായയുണ്ട്. നമ്മുടെ യാത്രക്കിടയ്ക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളെ കണ്ടുപിട്ടി കേട്ടോ. പേരെന്നായിരുന്നു? എൻ്റെ കുടുംബങ്ങളൊക്കെ സീരിയലായിരുന്നു. ഒരുപാട് സീരിയൽ, തമിഴ് മലയാളമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഏതാ ചെയ്തുകൊണ്ടിരിക്കണേതാ? ഇപ്പം മഴവിൽ മനോരമയിൽ ഒറ്റശിഖരം എന്ന് പറഞ്ഞ സീരിയൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ചേച്ചിയാണ്, നമ്മുടെ വീടിൻ്റെ താഴെയുള്ള ചേച്ചിയാണ്. അതെ അതെ അതെ, ഒളിച്ചു പോകാന്ന് വെച്ചാൽ നടക്കില്ല. എങ്ങോട്ട് പോവാ? കാസർഗോഡാ? കാസർഗോഡ്. ഓക്കെ ഓക്കെ. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീടാണ് കേട്ടോ. ഞാനിനി വീഡിയോ എടുക്കുമ്പോൾ വീട് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ നിന്നാൽ വീട് കാണാം കേട്ടോ. നമ്മുടെ കനാലിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് ഒട്ടത്തെ കെട്ടിച്ചേക്കണേ. അപ്പോൾ ഞങ്ങൾ ട്രെയിനെ വെച്ച് കണ്ടു കേട്ടോ. ഇലപ്പാട്ടെ തങ്കമ്മ എന്ന് പറഞ്ഞ ചേച്ചി കേട്ടോ. നമ്മൾ കണ്ണൂർ വന്നു കേട്ടോ. കണ്ണൂരെത്തി. ഞങ്ങളെ കൊണ്ടുപോകാനിപ്പം വണ്ടിയും ആളും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവരുടെ അടുത്തോട്ട് പോവുകയാണേ. ഞങ്ങൾ പ്ലാനിലൊക്കെ ചെറിയ മാറ്റമൊക്കെ വരുത്തി കേട്ടോ. ഞങ്ങൾ ആദ്യം ഇപ്പോൾ ചെറുപുഴയ്ക്കാണ് പോകണേ. ഞങ്ങൾ കണ്ണൂർ വന്ന് ഇറങ്ങിയപ്പം ഞങ്ങളെ കാണാൻ 2 പേര് കുറേ ദൂരേന്ന് വന്നു കേട്ടോ. എവിടുന്ന? പെരളശ്ശേരി. പെരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്നു കേട്ടോ. പാപ്പൻശ്ശേരി. പാപ്പൻശ്ശേരി. ഇങ്ങനെ 2 ഇടത്തുനിന്ന് വന്നു കേട്ടോ. പേര്? ഷീന ഉദയ്. ഷീന. ജയന്തി കിഷോർ. ജയന്തി കിഷോർ. 2 പേരും നമ്മളെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷം കണ്ടതിൽ, നേരിട്ട് കണ്ടതിൽ. മക്കൾ പോയിട്ട് ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് 2 പുറത്തു പോയി. ഇത് കാണാനിടയായത്. ഞാൻ വന്നപ്പോഴേ ഇവരുണ്ട്, പക്ഷേ ഇവര് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു ഒന്നിച്ചു വന്നതല്ല, 2 പേരും 2 ഇടത്തുനിന്ന് വന്നതാ. അതിനകത്ത് അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറഞ്ഞേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചാച്ചനോടൊക്കെ അന്വേഷണം പറയാം. തീർച്ചയായിട്ടും പറയാട്ടോ, ചാച്ചനോട് പറയാം. കണ്ണൂർ വളപട്ടണം പുഴയാണിത്. അങ്ങാട്ടുപറമ്പ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇത് കല്യാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ EK നായനാരുടെ സ്ഥലമാണ് ഇത്. സഖാവ് EK നായനാർ അല്ലേ. ഇതേ ഇവിടെ കേട്ടോ നമ്മുടെ തൃച്ചംബരം ശ്രീകൃഷ്ണൻ്റെ ഒരു വലിയ അമ്പലം ഉണ്ട് കേട്ടോ അവിടെ. ആ അമ്പലത്തിൻ്റെ ആലും കെട്ടിടങ്ങളും ഒക്കെ ആട്ടോ ഇത്. എന്നോ വലിയ ആലല്ലേ, പഴയ ആല്. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇതിലെ കേട്ടോ കയറിപ്പോണ്ട്. തൃച്ചംബരം ശ്രീ വികാനന്ദപുരം ക്ഷേത്രം. ശ്രീ വികാനന്ദപുരം. നമ്മുടെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല ഇവിടെ വരാൻ പോവാ കേട്ടോ. 300 ഏക്കർ അടുത്ത സ്ഥലം അവർ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു സഫാരി പാർക്ക് ഇവിടെ വരും. അങ്ങനെ ഞങ്ങളുടെ ചെറുപുഴ എത്തി കേട്ടോ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയാൽ മതി. നമ്മൾ കാസർഗോഡ് ജില്ലയിലോട്ട് കടന്നു. അപ്പോൾ പപ്പയുടെ ഒരു പെങ്ങള് കണ്ണൂർ ജില്ലയിലും ഒരാൾ കാസർഗോഡ് ജില്ലയിലും അല്ലെങ്കിൽ 15 കിലോമീറ്റർ വ്യത്യാസവും. അതെ അതെ. അങ്ങനെ ഞങ്ങൾ പപ്പായുടെ പെങ്ങളുടെ വീട്ടിലെത്തി കേട്ടോ. ഇത് പപ്പായുടെ പെങ്ങളുടെ വീട്. പപ്പായുടെ പെങ്ങൾ ഞങ്ങളെ നോക്കി തിണ്ണയിലിരിക്കുമായിരുന്നു. ഞങ്ങൾ വന്ന് ഫുഡുമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് കേട്ടോ. ഞങ്ങൾ ചെറുപുഴ പപ്പായുടെ പെങ്ങളുടെ വീട്ടിലെത്തി കേട്ടോ. ഇതാ കേട്ടോ ഞങ്ങളുടെ പപ്പായുടെ പെങ്ങള്. ഞങ്ങൾ മറിയക്കുട്ടി ചാച്ചിന്ന് വിളിക്കും കേട്ടോ. മറിയക്കുട്ടി ചാച്ചി, എന്നാ ഞങ്ങളെ പറ്റി പറയാനല്ലേ? എന്നെ പറയണ്ട കേട്ടോ.
നിങ്ങളെ കണ്ടതിൻ്റെ വലിയ സന്തോഷം, കുഞ്ഞു സന്തോഷമല്ല, അവൻ്റെ അമ്മ അപ്പനും ഉള്ള പോലെയുള്ള സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. രണ്ടര എനിക്കുണ്ടോ അല്ല മര്യാദ ചോദിച്ചേ, രാത്രി ഉറങ്ങിയോന്ന് ചോദിച്ചേ. ഇന്നലെ ആരും ഉറക്കിയില്ലെന്നാ കേട്ടോ പറഞ്ഞേ. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരെയും വിളിച്ചേപ്പിയിലായിരുന്നു പരിപാടി. വന്നോ നോക്ക് ഇപ്പൊ പെട്ടെന്ന് നിന്ന് കൊണ്ടുവരാനും പറഞ്ഞു അല്ലേ. അതും രാത്രി 2 മണിക്ക് നമുക്ക് വഴി തെറ്റുമെന്ന് സംശയം. അതെ 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 അതെ. ഇവര് പപ്പായൊക്കെ അവർ 6 പേരാ ഉള്ളത് കേട്ടോ. 4 പെണ്ണും 2 ആണും. മറുകുട്ടി ചാച്ചി രണ്ടാമത്തെയാണ്. മറുകുട്ടി ചാച്ചിക്ക് 92 വയസ്സാണ്. 92 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ മറുകുട്ടി ചാച്ചിക്ക് ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഓടി വന്നത്. ഇനി ഇവര് പപ്പായുടെ പെങ്ങന്മാരില് ഈ മറുകുട്ടി ചാച്ചി പിന്നെ ഇളയ പെങ്ങളും ഉള്ളൂ കേട്ടോ. മറുകുട്ടി ചാച്ചിയുടെ മോനാണ് കേട്ടോ ഇത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ജോർജ് കുട്ടി ചേട്ടായി എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ജോർജ് കുട്ടി ചേട്ടായിയാണ് ഇത്. ജോർജ് കുട്ടി ചേട്ടാ ഭാര്യ മരിയ കേട്ടോ. അത് നമ്മുടെ നാട്ടുകാരിയാ കേട്ടോ. പാലക്കാരിയാണേ. 3 പിള്ളേരാട്ടോ. അവരെവിടേക്കാന്ന് പറഞ്ഞേ? 3 പേര് ലണ്ടനിലാണേ. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. മൂത്ത 2 ആൺപിള്ളേര്. അവരുടെ പേരൊക്കെ പറഞ്ഞേ? എബിൻ, ബിബിൻ, അനു. ബിബിന്റെയും കഴിഞ്ഞു, ഞാനുവിന്റെ കല്യാണം. മൂത്തയാൾക്ക് 2 പെൺപിള്ളേര്. ഏപ്രിൽ 12 അവരെല്ലാരും വരും കേട്ടോ. അവരെല്ലാവരും വരുന്നുണ്ട്. ഒരു കൊച്ചിന്റെ മാമോദിസയാണ്. പക്ഷെ അന്നേരം വന്നാൽ മതി എന്ന് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ മുനിപ്പുരും എല്ലാവരോടും വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് കൂടിക്കോ. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ വന്ന് കണ്ട് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാലോ. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്നറിയോ, നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുക്ക് കിടക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 പേരാണല്ലോ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറയാ ഒരാളുടെ ദേഹത്തേക്ക് ഞാൻ കൈ എടുത്തിടുന്നു. എന്നോട് പപ്പ എപ്പോഴും പറയായിരുന്നു നിനക്ക് മറിയക്കുട്ടിയുടെ കൈയും കഴുത്തും ഒക്കെ കിട്ടിയേക്കണത്. സത്യം കേട്ടോ, അത് സത്യമാണ്. അപ്പൊ വേണല്ലോ നിങ്ങൾ എല്ലാരും ചോദിക്കുന്നതിനെ കഴുത്തേക്ക് എന്നെ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കൂലോ. അതിപ്പോ മനസ്സിലായില്ലേ? ഇതുകൊണ്ടാട്ടോ ഞങ്ങളുടെ പാരമ്പര്യം കേട്ടോ ഇതൊക്കെ. നാളെ ഞങ്ങൾ മറ്റേ പെങ്ങളുടെ വീട്ടിലോട്ട് പോകും കേട്ടോ. പപ്പയുടെ പെങ്ങളുടെ വീട്ടിലോട്ട് പോകും. മറുകുട്ടി ചേച്ചി ഇപ്പോഴേ സങ്കടമാ. നേരം വെളുക്കുമ്പോൾ പോകും. നാളെ നമുക്ക് കച്ചിലെടുത്ത് പാ. അതില്ല വീട് വിട്ടേക്കും പോരില്ല. അതെ അതെ അതെ. അപ്പൊ ഇതേ മറിയക്കുട്ടി ചേച്ചിക്ക് എത്ര പിള്ളേരുണ്ടെന്നൊക്കെ ചേട്ടായി കൃത്യം പറയും കേട്ടോ. ചേട്ടായി എന്ന് പറയാട്ടെ. അമ്മച്ചിക്ക് 5 ആണുങ്ങൾ 3 പെണ്ണുങ്ങൾ. അത് കറക്റ്റായിട്ട് ഒരു മൂത്തതാണ്, രണ്ടാമത്തെ പെണ്ണ്, പിന്നെ ആണ്, പിന്നെ പെണ്ണ്, അങ്ങനെ കറക്റ്റായിട്ട് 8 പേര്. അതിൽ ഏറ്റവും ഇളയ 2 പേര് അച്ഛന്മാരാണ്. ഒരാൾ SVD സഭയിലെ അച്ഛനും ഒരാൾ ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ്. പുള്ളി ഇപ്പോൾ പപ്പുവ ന്യൂഗിനിയിലാണ് സേവനം ചെയ്യുന്നത്. SVD ഹൈദരാബാദിൽ വർഷങ്ങളായിട്ട്. പൈസച്ചനും ടോമിച്ചനും. ചേട്ടൻ ഒരാളുള്ളത് തൃശ്ശൂരും ഒരാൾ പാലായിലും. ഞാനാണ് ഇവിടെ തറവാട്ടിൽ അമ്മച്ചിയുടെ കൂട്ടത്തിൽ ഇവിടെ വീട്ടിലുള്ള ചിറ്റാരിക്കാലിലുള്ളത്. ചേട്ടൻ്റെ പേര് യോയി. രണ്ടാമത്തെ ചേട്ടൻ ഔസഫ് കുറ്റിയാനിമറ്റം, ജോർജ് കുറ്റിയാനിമറ്റം. ജോർജാണ് ഇവിടെ ഉള്ളത്. മൂത്ത പെങ്ങള് പാലായിലും ഹൈറേഞ്ചിലുമായിട്ട് ചിന്നമ്മ പാലത്താനത്ത് പടവിൽ. രണ്ടാമത്തെ പെങ്ങള് വാഴൂരാണ്, മേരി കളപ്പുരയ്ക്കൽ. ഇളയ പെങ്ങള് തെടനാട് വരകാലപ്പറമ്പിൽ ലിസി. നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നു. നേരത്തെ കടയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കടയായിരുന്നു, ജോലിക്കടയായിരുന്നു അല്ലേ? ജോലിക്കടയായിരുന്നു. 16 വർഷം കടയുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് 32 വർഷം. ഇതേ ചേട്ടായിക്ക് ഞങ്ങളുടെ പാപ്പായെ പറ്റി എന്തോ പറയാനുണ്ടെന്ന്. എന്തായിരുന്നു ചേട്ടായത്? പാപ്പായി ഒരിക്കൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേട്ടൻ്റെ കൂട്ടത്തിൽ കടനാട് പള്ളി പെരുന്നാളിന് പോയി. അന്ന് വലിയ പള്ളിയിലൊക്കെ ആദ്യമായിട്ട് പോകുന്ന അന്ത്യാളം പള്ളിയിൽ ചെറിയ പള്ളിയിലായിരുന്നു പെരുന്നാൾ കൂടുന്നത്. ഇവിടെ വിടിയല. പിന്നെ രണ്ടാമതന്ന് പെരുന്നാൾ കൂടാൻ പോയാലും ഇവിടെ പെരുന്നാൾ കൂടാൻ പോയാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന ആകെപ്പാടെ 25 അല്ലെ ഏറ്റവും കൂടിയാൽ 50 പൈസയാണ് കിട്ടുന്നത്. പെരുന്നാൾ കൂടി ഞാനും ചേട്ടൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പെരുന്നാൾ കൂടി പ്രദർശനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ നടക്കുമ്പം യാദൃശ്യമായിട്ട് എൻ്റെ അമ്മാവനെ പാപ്പായി അവിടെ വെച്ച് പെരുന്നാൾ സ്ഥലത്ത് വെച്ച് കണ്ടു. പെരുന്നാൾ കൂടിക്കോളാം, നീ പെരുന്നാൾ നിനക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോളാനും പറഞ്ഞ് ഒരു 10 രൂപയുടെ നോട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 10 രൂപയുടെ നോട്ട്. അന്ന് 10 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വില. ഏതായാലും 10 രൂപ എനിക്കും തന്നെ ചേട്ടനും കൊടുത്തു. അപ്പോൾ ഈ 10 രൂപ എന്നിട്ട് ഞാൻ പോക്കറ്റിൽ എൻ്റെ പൈസയും കളഞ്ഞില്ല, പോക്കറ്റിലിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു 10 പൈസ പറഞ്ഞില്ല. ഏതായാലും ആ 10 രൂപ കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെരുന്നാളും കൂടി വെച്ച് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നൊരു ഇത് വന്നു. സ്കൂളിൽ നിന്ന് ടൂർ 5ാം ക്ലാസ്സിൽ നിന്ന് തിരുവനന്തപുരം കോവളമാണ് പോകുന്ന ടൂറ്. ഏഴാച്ചേരി EVUP സ്കൂളിൽ നിന്നാണ് ടൂറ് പോകുന്നത്. അപ്പം അവിടുന്ന് ടൂറ് പോയപ്പോൾ ഈ 7 രൂപയ്ക്ക് തിരുവനന്തപുരം കോവളം പോയി. നമുക്കറിയാം അന്ന് 10 പൈസയുള്ളൂ പാലായിൽ നിന്ന് അന്ത്യാളത്തെ വന്നിറങ്ങി. അപ്പോൾ 7 രൂപയ്ക്ക്
തിരുവനന്തപുരം കോളം പോയി ചെന്നു. തിന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ കയ്യിൽ 1 രൂപ പിന്നെ മിച്ചമുണ്ട്. ഞാൻ ആ സാധനങ്ങൾ മേടിച്ചിട്ട് 1 രൂപ വീണ്ടും മിച്ചമുണ്ട്. അങ്ങനെ അതുകൊണ്ട് പാപ്പായുടെ കാലം കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും ആ 10 രൂപ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു 10 ലക്ഷം രൂപയുടെ വെയിറ്റ് എൻ്റെ ആ പൈസ തരുന്ന ഭാഗങ്ങൾ വരെ ഇപ്പോഴും എൻ്റെ കറക്റ്റായിട്ട് ഇത്ര ഒരു സന്തോഷം. ഇന്ന് തേങ്ങ വിറ്റാൽ എനിക്ക് കിട്ടും 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. പക്ഷെ അതുകൊണ്ട് അതല്ല. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത, അന്നത്തെ കാലത്ത് കിട്ടാത്തപ്പോൾ ആ പൈസ അതും പെരുന്നാൾ കുടിക്കാൻ നമ്മളൊരു 10 പൈസ തന്നാൽ സന്തോഷത്തോടെ ചെയ്യാം. അവിടെയാണ് 10 രൂപയുടെ നോട്ട് തന്നത്. അതൊരു വലിയ ഇന്നും ഇനി മരിച്ചാലും മറക്കുകയില്ല. അതുപോലെ മരിക്കുന്നവരെ ഓർമ്മയുണ്ടാവും. കുട്ടി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, നേരത്തെ നമ്മുടെ തറവാടിനടുത്താ കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നേ. ഏഴാച്ചേരി ആയിരുന്നു ഞങ്ങളുടെ പപ്പയുടെ തറവാട്. മറുകുട്ടി ചേച്ചി ഞങ്ങളുടെ തൊട്ട് താഴെ, നമ്മുടെ പറമ്പിൽ കൂടെ തന്നെ താഴോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. അന്ത്യാളം ഇടവകയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താ കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നേ. വല്യമ്മച്ചിയുണ്ട്, വല്യമ്മച്ചിയോട് പറയും ഞാൻ അമ്മയോട് ഇച്ചിരി നേരം മറുകുട്ടി ചേച്ചിയുടെ അടുത്ത് പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വിടും കേട്ടോ. ഞങ്ങൾക്ക് എന്ത് സന്തോഷമെന്നറിയോ, മറുകുട്ടി ചേച്ചിയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് എന്നാ തരുന്നതെന്നറിയാവോ? കൂവപ്പൊടിയും കൊണ്ട് കാപ്പിയിലേക്കകത്ത് വാഴയിലേക്കകത്തൊക്കെ അട ചുട്ട് തരും. അപ്പോൾ അടയും ചുട്ട് തരും, കട്ടൻ കാപ്പിയും തരും കേട്ടോ. പിന്നെ ടേസ്റ്റ് ആയിരുന്നു അറിയാം. മുട്ടയും പുഴുക്കി തരും. ചിലപ്പോൾ കോഴീനെയൊക്കെ ഓടിച്ചെന്ന് ഇട്ടിട്ടുണ്ടോ കോഴീനെ വെച്ച് വലിച്ചു പൊക്കിയിട്ടാണ് മുട്ടയൊക്കെ വലിച്ച് അടിച്ചോണ്ടോ കേട്ടോ വരുന്നത്. എന്നിട്ട് പൊളിച്ചാൽ പൊളിയോ അന്നേരം ഇട്ട് മുട്ട കിട്ടി കഴിഞ്ഞിട്ട് പുഴുകി തരും. പൊളിച്ചാൽ ആ മുട്ട മുഴുവൻ പോകും. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല സ്നേഹമുള്ള ഒരു ചാച്ചിയായിരുന്നു. പിന്നെ അവിടെ ആ പറമ്പിൽ നല്ല വലിയൊരു ഇലഞ്ഞി ഉണ്ടായിരുന്നു. ഭൂമിയച്ഛന് അതുപോലെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ പോയി ഇലഞ്ഞിപ്പൂ വറക്കും. എന്നിട്ട് മാതാവിൻ്റെ രൂപത്തെ കൊണ്ടിടും. കുറച്ചൊക്കെ തലയിലൊക്കെ കുത്തൂട്ടോ. ഞങ്ങളെയൊക്കെ കെട്ടിച്ച് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേട്ടോ ഇവരിങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ നല്ല കാലം മുഴുവൻ ഇവരുടെ കൂടെയായിരുന്നു. എല്ലാവരും അന്നറിയാലോ, അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും അറിയാം. എല്ലാവരും കൂടെ ഒരു വീട് പോലെ പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടെ ഞങ്ങൾ ലിസി, മേരി, നമ്മളിപ്പോൾ പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും കൂടെ കൂടി. അതുപോലെ നമ്മുടെ പീസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ പീച്ചാന്നൊക്കെ വിളിക്കാറ്. ഇല്ല, ഞങ്ങളെല്ലാം കൂടെ വളരെ ലോഹിത്തിലായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്നതേ അവര് ദൂരെന്ന് കാണുമ്പോ ഉണ്ടല്ലോ ഓടിച്ചെന്ന് അമ്മച്ചി പാപ്പായുടെ പിള്ളേർ വരുന്നേ എന്നൊരു വിളിച്ചു പറച്ചിലുണ്ട്. വേറെ അമ്മ എന്നേലും ചക്ക വെട്ടിയോ അല്ല അമ്മ എന്നേലും ഉണ്ടാക്കിയൊക്കെ തന്നു വിടും. മറികുട്ടി കൊണ്ടേ കൊടുക്കണേയും പറഞ്ഞ് തന്നു വിടും. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം. അങ്ങനെയും കൊടുക്കാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കൊണ്ടേ കൊടുക്കാൻ പാപ്പഴിയും പറഞ്ഞാൽ ഓടാലോ. അങ്ങനെയൊക്കെ നല്ല സന്തോഷമുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല എന്നെ കാലം പോയാലും ചോര പോവോ? ചോര പോയല്ലോ, ഞങ്ങളെല്ലാം ഒരു ചോരയല്ലേ. പറമ്പൊക്കെ ഒന്ന് കാണാൻ പോട്ടോ. ആ മറുകുട്ടി ചേച്ചി തരുന്ന് ചോദിക്കുക ഒന്ന് പോവോന്ന്. ഇല്ല മറുകുട്ടി ചേച്ചി, അതെ ഇന്ന് മറുകുട്ടി ചേച്ചി ഞങ്ങളുടെ നടുക്ക് കിടത്തും. 3 പേരുണ്ടല്ലോ, അവളെ എവിടെ കിടത്തുന്നേ? എന്നെ കയ്യെ കിടത്തുന്നു. മറിയക്കുട്ടി ചേച്ചി ഉണ്ടല്ലോ, ഈ ചട്ടയും മുണ്ടും ഉണ്ടല്ലോ, അന്ന് തൊട്ട് ഇന്ന് വരെ ചട്ടയും മുണ്ടുവാ. ഒരു നൈറ്റി ഇടാനോ അങ്ങനെ ഇപ്പം നൈറ്റിയൊക്കെ ഇടാന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കില്ല കേട്ടോ. ചട്ടയും മുണ്ടും മാത്രമേ ഇടുള്ളൂ. എല്ലാവരും നൈറ്റിയൊക്കെ ആക്കി, പക്ഷേ ചാച്ചി സമ്മതിക്കില്ല കേട്ടോ. ചാച്ചി ചട്ടയും മുണ്ടും വേണം. കമുക നിൽക്കുന്ന കണ്ടോ, നല്ല രസമാണ്. ഇത് കണ്ടോ, ഇതാ റബ്ബർ അടിക്കണ മെഷീനാണ് കേട്ടോ. കണ്ടോ കമുക നിൽക്കണം കണ്ടോ. ആ ചേട്ടായി വെച്ച കമുക കേട്ടോ ഇതൊക്കെ. തേക്ക് പോലെ തന്നെ നിൽക്കും, പക്ഷെ അത് വനിതേക്കാ. എനിക്ക് ബാങ്ക് അവിടെ പണ്ടുണ്ടായിരുന്നു. കണ്ടോ കമുക നിൽക്കുന്നുണ്ടോ, എന്ത് ഭംഗിയെന്ന് നോക്കി. നല്ല രസം കേട്ടോ. കമുകും തെങ്ങും ഒക്കെയാണ്. ആ റബ്ബറും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ റബ്ബർ ഷീറ്റ് അടിച്ചിട്ടേക്കണം കണ്ടോ. അടിച്ച് ഇതിനകത്തൂടെ എല്ലാം വെള്ളം വന്ന് ഓക്കെ. ഇത് കണ്ടോ പാള കിടക്കുന്നുണ്ടോ. പണ്ടൊക്കെ കുഞ്ഞു പിള്ളേരെ കുളിപ്പിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങനെ പാളയ്ക്കകത്താട്ടോ. ഇന്നിപ്പോൾ പാളയൊന്നും കാണാനില്ല കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോൾ ഒരാൾ പാളയ്ക്കകത്ത് കയറി നിന്നിട്ട് അടുത്ത ആൾ വലിച്ചുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. ഇത് കണ്ടോ പറമ്പിൽ കിടക്കുന്ന സാധനം കണ്ടോ. ഇത് അടയ്ക്ക കേട്ടോ. പഴുക്ക ഉണങ്ങിയേച്ച് എല്ലാം ഇങ്ങനെ ഉണങ്ങിയാണ് കൊടുക്കുന്നത്. പഴുക്കായിട്ട് കൊടുക്കുകയല്ലേ? ഉണങ്ങിയിട്ട് പൊളിച്ച് കൊടുക്കും അല്ലേ? അതാ വിലയുള്ളത് അല്ലേ? 1 കിലോയ്ക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ചാണ് 450 രൂപ വിലയുണ്ട്. 1 കിലോയ്ക്ക് 450 രൂപ പൊളിച്ച് കൊടുക്കുമ്പോൾ. ഇങ്ങനെ കൊടുത്താൽ എടുക്കുമോ? ഇങ്ങനെ കൊടുത്താലും എടുക്കും. എടവപ്പള്ളി ഏതാ ചേട്ടായി? എടവപ്പള്ളി കണ്ണിവയൽ. ആ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കണ്ണിവയൽ. ഓക്കെ. ചെറുപുഴ ഒന്നുമല്ല, ചിറ്റാരിക്കാലൊന്നുമല്ല. അതാട്ടോ നമ്മുടെ വീട്. ഇതുകൊണ്ടോ ഇതാട്ടോ മെയിൻ റോഡ്. വണ്ടിയൊക്കെ പോണ റോഡ് ഇതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വണ്ടി പോകണം കണ്ടോ. ഇത് കണ്ടോ 92 വയസ്സായ മറിയക്കുട്ടി ചാച്ചി കാണിക്കുന്നുണ്ടോ. ചാച്ചി ഇത് എന്നെ എടുക്കുവാ, ഇത് എന്നെ കാണിക്കണേ. അത് ഞങ്ങൾ പറക്കാം അവിടെ വെക്ക. കയറുവാ ഇങ്ങോട്ട് കയറുവാ, ഞങ്ങൾ പറക്കിക്കോളാം. കയറുവാ
എൻ്റെ പൊന്നെ തന്നെ പെറുക്കി വെക്കുവന്നതല്ലോ, തന്നെ തേങ്ങ പെറുക്കി വെക്കുക. ചേട്ടാ എന്നാ ഈ കമത്തി വെക്കുന്നതിന് കാര്യം എന്നാ ഇത്? ഒരെണ്ണത്തിൻ്റെ പൊടി ഒരെണ്ണത്തിനകത്ത് ചാടാതിരിക്കാൻ. കുറേ പേരയ്ക്കപ്പഴം കിട്ടിയേ. അത് എലി കയറേണ്ടതല്ല കേട്ടോ, ഞാൻ കയറേണ്ടതാണേ. ചേച്ചി പേരയ്ക്കപ്പഴം വേണോ? ഇതാട്ടോ ഇവിടുത്തെ 2 അച്ഛന്മാർ. വലത്തുവശം നിൽക്കുന്ന PS അച്ഛൻ, അടുത്ത വശം ടോമി ചേട്ടോ. ഒരു കുട്ടിച്ചാച്ചിയുടെ പഴയ ഫോട്ടോ. അത് ചേട്ടായിയുടെ മോനാട്ടോ. ഇത് ചേട്ടായിയുടെ 3 പിള്ളേർ കേട്ടോ. രണ്ടല്ലാന്ന് പറഞ്ഞില്ലേ 3 പിള്ളേർ, 3 പിള്ളേർ. അങ്ങനെ ഇതേ ഞങ്ങളുടെ ദിവസങ്ങളും സമയങ്ങളൊക്കെ കടന്നുപോയി കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. ഞങ്ങൾ പോകാൻ വേണ്ടി ഇതേ മറുകുട്ടി ചേച്ചി ഞങ്ങളെ പോവുക. അയ്യോ ഇപ്പോൾ കരയും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ വന്നേ പിന്നെ തൊട്ട് ഈ മരീനെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല കേട്ടോ. എന്തെല്ലാം സാധനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേന്നറിയാവോ? അതെ, ഞങ്ങളിങ്ങനെ വീഡിയോയ്ക്ക് വരാൻ പറഞ്ഞ് വിളിച്ച് ബലമായിട്ട് കൊണ്ടുപോയി നിർത്തണം. ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തോരം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടെന്നറിയാവോ? ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ചേട്ടായി പിന്നെ ഞങ്ങളുടെ ആങ്ങളയല്ലേ, ഇത്തിരി കഷ്ടപ്പെടാനും കുഴപ്പമൊന്നുമില്ല. പെങ്ങന്മാർക്ക് വേണ്ടി ആങ്ങളമാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലേ അല്ലേ ഏട്ടായി? പിന്നെ സംശയം അല്ലാന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞ് ചാടി പറയിപ്പിക്കുക കേട്ടോ. ഇതേ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് വല്ലപ്പോഴും നിങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവം കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് 20 വർഷമായി. ഇതിന് മുമ്പ് ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് കേട്ടോ. 20 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ വീട്ടിൽ വരുന്നത്. അപ്പം രാവിലെ പള്ളിയിൽ കൊണ്ടുപോയി. രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി. നമ്മൾ കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറുകു ചേച്ചിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. മറുകു ചേച്ചി എന്നിപ്പോൾ പറയാം വരണ്ടായിരുന്നു, വന്നു കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുക. സത്യം പോകാതിരിക്കാൻ പറ്റുമോ? കുഴപ്പമില്ലായിരുന്നു. അല്ല മറുകു ചേച്ചി കുഴപ്പമില്ല ഞങ്ങൾ പോകാതിരുന്നാൽ. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയല്ലോ. ഇതാ കേട്ടോ ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയും. പപ്പായുടെ അമ്മയും അച്ഛനും ഇതാ കേട്ടോ. ഞങ്ങളുടെ അമ്മയും അച്ഛനും ഇതാണ്. ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയും ഇതാണ്. ഞങ്ങളുടെ രാജനെ ഇട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ പോകാതിരിക്കാൻ പറ്റിയല്ലോ. ഞങ്ങൾ പോകട്ടെ. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ്. കുട്ടിച്ചാച്ചിയിലുള്ള വീഡിയോ എല്ലാവരുടെയും കൂടെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബ് ചെയ്യണം.